നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൂളിയൻ ഓപ്പറേഷൻസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര. എന്താണ് ഈ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്? ബൂളിയൻ ഓൾജിബ്ര ബീങ് എ സിസ്റ്റം ഓഫ് മാത്തമാറ്റിക്സ് കൺസിസ്റ്റ് ഓഫ് സർട്ടൻ ഫണ്ടമെന്റൽ ലോസ്. ദീസ് ഫണ്ടമെന്റൽ ലോസ് ആർ കോൾഡ് പോസ്റ്റ്ലേറ്റ്സ്. അതായത് നമ്മുടെ ബൂളിയൻ ഓൾജിബ്രയിൽ കുറേ ലോസ് ഉണ്ട്, കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് വൈസ് നമുക്ക് കുറേ തിയറംസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 4 ബേസിക് പോസ്റ്റ്ലേറ്റ്സ് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സ് 1. പോസ്റ്റ്ലേറ്റ് 1 ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് 0 and 1 അല്ലേ? ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത്? ഇഫ് എ നോട്ട് ഈക്വൽ ടു 0 then a equal to 1 and if a not equal to 1 then a equal to 0. എന്താണ് നമ്പർ പോസ്റ്റ്ലേറ്റ് 1 പറയുന്നത്? ഇപ്പോൾ a എന്ന് പറയുന്ന വാരിയബിളിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ a എന്തായിരിക്കും? 1 ആയിരിക്കും. a എന്ന് പറയുന്ന വാരിയബിളിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ a എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ എ എന്തായിരിക്കും? 1 ആയിരിക്കും. എയുടെ വാല്യൂ 1 അല്ല എന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് രണ്ട് വാല്യൂസേ നമുക്ക് ബൂളിയൻ ഓൾജിബ്രയിലുള്ളൂ അല്ലേ? അതാണ് നമ്മളുടെ ഈ ബേസിക് പോസ്റ്റ്ലേറ്റ് 1 പറയുന്നത്. 0 അല്ലാത്ത കേസിൽ അത് എന്തായാലും 1 ആയിരിക്കും, 1 അല്ലാത്ത കേസിൽ അത് 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് 2 എത്രയാ? 2 എന്താ പറയുന്നത്? ഓർ ഓപ്പറേഷനാണ് അല്ലേ? ഓർ ഓപ്പറേഷനാണ് നമ്മുടെ പോസ്റ്റ്ലേറ്റ് 2. അതായത് രണ്ടാമത്തെ ലോ എന്താ പറയുന്നത്? 0 + 0 എന്ന് പറയുന്നത് 0, 0 + 1 എന്ന് പറയുന്നത് 1, 1 + 0 എന്ന് പറയുന്നത് 1, 1 + 1 എന്ന് പറയുന്നത് 1. ഇതാണ് നമ്മളുടെ പോസ്റ്റ്ലേറ്റ് 2. ഇനി പോസ്റ്റ്ലേറ്റ് 3 എന്താ? ആൻഡ് ഓപ്പറേഷൻ അല്ലേ? 0.0 എന്ന് പറയുന്നത് 0, 0.1 0, 1.0 0, 1.1 1. ഇനി പോസ്റ്റ്ലേറ്റ് 4 എന്താ? നോട്ട് ഓപ്പറേഷൻ ആണ് അല്ലേ? നോട്ട് ഓപ്പറേഷൻ എന്താ? 0/bar എന്ന് പറയുന്നത് 1 ആണ്, 1/bar എന്ന് പറയുന്നത് 0 ആണ്. ഇത്രയാണ് നമ്മളുടെ ബേസിക് പോസ്റ്റ്ലേറ്റ്സ്. അതിൽ 4 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് 0 and 1 ആണ്. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് ഓർ ഓപ്പറേഷൻ, മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആൻഡ് ഓപ്പറേഷൻ, നാലാമത്തെ പോസ്റ്റ്ലേറ്റ് നോട്ട് ഓപ്പറേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്യുവാലിറ്റി. എന്താണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് പോസ്റ്റ്ലേറ്റ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ? പോസ്റ്റ്ലേറ്റ് 1, 2, 3, 4 നമ്മൾ പഠിച്ചു. അതിൽ നമ്മളുടെ പോസ്റ്റ്ലേറ്റ് 2ഉം 3ഉം എടുക്കാം. 2ഉം 3ഉം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റ്ലേറ്റ് 2 എന്താ? ഓർ ഓപ്പറേഷനാണ്. പോസ്റ്റ്ലേറ്റ് 3 എന്താ? ആൻഡ് ഓപ്പറേഷനാണ്. അപ്പോൾ ഓർ ഓപ്പറേഷൻ എടുക്കാം. എന്നിട്ട് അതിലുള്ള 0 എല്ലാം 1 ആക്കി മാറ്റുക, 1 എല്ലാം 0 ആക്കി മാറ്റുക. ഓർ ഓപ്പറേഷൻ അല്ലേ, അതുകൊണ്ട് പ്ലസ് എല്ലാം എന്താക്കി മാറ്റാം? ഡോട്ട് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻഡ് ഓപ്പറേഷൻ കിട്ടും. ഒന്നുകൂടെ പറയാം. ഓർ ഓപ്പറേഷൻ, അതായത് നമ്മുടെ പോസ്റ്റ്ലേറ്റ് നമ്പർ 2 എടുക്കുക. അതിൽ ഉള്ള എല്ലാ 0കളും 1 ആക്കുക, 1 എല്ലാം 0 ആക്കുക, പ്ലസ് എല്ലാം ഡോട്ട് ആക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻഡ് ഓപ്പറേഷൻ കിട്ടും. ഇനി പോസ്റ്റ്ലേറ്റ് 3 എടുക്കാം. 3 എന്താ? ആൻഡ് ഓപ്പറേഷൻ അല്ലേ? 3ൽ 0 എല്ലാം 1 ആക്കുക, 1 എല്ലാം 0 ആക്കുക, ഡോട്ട് എല്ലാം പ്ലസ് ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓർ ഓപ്പറേഷൻ കിട്ടും. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പോസ്റ്റ്ലേറ്റ് 2. ഇഫ് വി ചേഞ്ച് ദ വാല്യൂ 0/1 and 1/0 and the operator OR by AND, we will get the statements in postulate 3. ഇത് പോസ്റ്റ്ലേറ്റ് നമ്പർ 2ലെ 0 എല്ലാം 1 ആക്കുക, 1 എല്ലാം 0 ആക്കുക, ഓർ എന്നുള്ളത് ആൻഡ് ആക്കി മാറ്റിയാൽ നമുക്ക് പോസ്റ്റ്ലേറ്റ് നമ്പർ 3യുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കിട്ടും. സിമിലർലി ഇഫ് വി ചേഞ്ച് ദ വാല്യൂ 0/1 and 1/0 and the operator AND by OR in statements of postulate 3, we will get the statements of postulate 2. ഇതുപോലെ തന്നെ പോസ്റ്റ്ലേറ്റ് 3ലെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 0 എല്ലാം 1 ആക്കുക, 1 എല്ലാം 0 ആക്കുക, ആൻഡ് എന്നുള്ളത് ഓർ ആക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്ലേറ്റ് 2ലെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കിട്ടും. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്യുവാലിറ്റി. ദിസ് കോൺസെപ്റ്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി.
ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ബേസിക് തിയറംസ് ഓഫ് ബൂളിയൻ ഓൾജിബ്രയാണ്. നമുക്ക് കുറച്ച് തിയറംസുകൾ പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ലോ ഐഡൻറ്റിറ്റി ലോ. ഐഡൻറ്റിറ്റി ലോ എന്താ? 0 + x = x, 1 + x = 1, 0.x = 0, 1.x = x. ഇതാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി ലോ. പഠിച്ചു വയ്ക്കണം. അതെല്ലാം പ്രൂവ് ചെയ്യുന്ന ട്രൂത്ത് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നോക്കുക. 0 + x = x. അതിൻ്റെ നോക്കുക. 0 എന്ന് പറയുന്ന കോളം എടുത്തു, x എന്ന് പറയുന്ന കോളം എടുത്തു, 0 + x എന്താണെന്നും എടുത്തു. 0ൻ്റെ കോളത്തിലെല്ലാം 0 ആയിരിക്കും അല്ലേ? x വാരിയബിൾ ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 0ഉം 1ഉം നമ്മൾ എടുത്തു. ഇനി 0 + x എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ചെയ്യുക. 0 + 0 0, 0 + 1 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 0 + x എന്ന് പറയുന്നത്, അതായത് 0 + x എന്ന് പറയുന്ന കോളം x എന്ന് പറയുന്ന കോളത്തിനോട് സെയിം ആയില്ലേ? രണ്ട് കോളത്തിലും 0 1 0 1 അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ അത് ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എടുക്കുക. 1 + x = 1. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? 1-ന് ഒരു കോളം എടുക്കണം, x-ന് ഒരു കോളം എടുക്കണം, 1 + x-നും ഒരു കോളം എടുക്കണം. 1ൻ്റെ കോളത്തിലെല്ലാം 1 ആയിരിക്കും, x-ൻ്റെ കോളത്തിൽ 0ഉം 1ഉം ആയിരിക്കും. ഇനി നമ്മൾ 1 + x ചെയ്യുക. അപ്പോൾ നോക്കുക. 1 + 0 എന്തായിരിക്കും? 1 ആയിരിക്കും. 1 + 1 എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ കോളംസാണ് സെയിം ആയിട്ട് വന്നേ? 1ൻ്റെ കോളം സെയിം ആയിട്ട് വന്നു, 1 + x-ൻ്റെ കോളം സെയിം ആയിട്ട് വന്നു. ഇനി നെക്സ്റ്റ് എടുക്കുക. 0.x = 0. ഇത് ശരിയാണോ നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുക്കണം? 0-നൊരു കോളം എടുത്തു, x-നൊരു കോളം എടുത്തു, 0.x-നും ഒരു കോളം എടുത്തു. ഇനി നമ്മൾ ഇൻറ്റു ചെയ്യാം അല്ലേ? അപ്പോൾ എന്താ വരിക? 0 × 0 0, 0 × 1 0. അപ്പോൾ ഏതൊക്കെ കോളംസ് സെയിം ആയിട്ട് വന്നു? 0ൻ്റെ കോളം 0.x-ൻ്റെ കോളം സെയിം ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു 0.x എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എടുക്കുക. 1.x = x. അപ്പോൾ എന്താ? 1-നായിട്ടൊരു കോളം എടുത്തു, x-നായിട്ടൊരു കോളം എടുത്തു, 1.x-നും ഒരു കോളം എടുത്തു. 1ൻ്റെ കോളത്തിലെല്ലാം 1 എഴുതി, x-ൻ്റെ കോളത്തിൽ 0ഉം 1ഉം എഴുതി. ഇനി നമ്മൾ ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ 1 × 0 0, 1 × 1 1. അപ്പോൾ എല്ലാതും നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്തു. ഇതാണ് ഐഡൻറ്റിറ്റി ലോ. ഇനി നെക്സ്റ്റ് ഐഡംപോർട്ടൻ്റ് ലോ. ഐഡംപോർട്ടൻ്റ് ലോയിൽ എന്താ പറയുന്നത്? 2 ലോസ് ആണുള്ളത് അല്ലേ? x + x = x, x.x = x. x + x എന്ന് പറയുന്നത് x ആണ്, x.x എന്ന് പറയുന്നതും x ആണ്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാണ്. ആദ്യത്തെ എടുത്തു, x + x = x. അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? x-നൊരു കോളം എടുത്തു, വീണ്ടും x-നൊരു കോളം എടുത്തു, x + x-നും ഒരു കോളം എടുത്തു അല്ലേ? x-ൻ്റെ കോളത്തിൽ 0 1, അടുത്ത x-ൻ്റെ കോളത്തിൽ 0 1, അടുത്ത കോളം x + x കൂട്ടുക. അപ്പോൾ എന്താ വരിക? 0 + 0 0, 1 + 1 1 അല്ലേ? അപ്പോൾ എന്തായി? 3 കോളം സെയിം ആയിട്ട് വന്നു അല്ലേ? അപ്പോൾ എന്താ? x + x എന്ന് പറയുന്നത് x എന്ന് പറയുന്ന കോളത്തിനോട് സെയിം ആയിട്ട് വന്നു. നമ്മളത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് എടുക്കുക. x.x = x. അപ്പോൾ നമ്മൾ x-നൊരു കോളം എടുത്തു, വീണ്ടും x-നൊരു കോളം എടുത്തു, നെക്സ്റ്റ് x.x-നൊരു കോളം എടുത്തു. x-ൻ്റെയിൽ 0 1, അടുത്ത x-ൻ്റെയിൽ 0 1, എന്നിട്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കുക. 0 × 0 0, 1 × 1 1. അപ്പോൾ നമ്മളിതും പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇൻവല്യൂഷൻ ലോ. ഇൻവല്യൂഷൻ ലോയിൽ എന്താണ് ഇൻവല്യൂഷൻ ലോ? x ∬ = x അല്ലേ? x ∬ x ആണ്. അതായത് x ∬ എന്ന് വെച്ചാൽ എന്താണ്? ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ x ∬ എന്ന് പറയുന്നത് x തന്നെയാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കോളം എടുക്കണം? ആദ്യം x-നൊരു കോളം എടുക്കണം, പിന്നെ x ബാർ എടുക്കണം, പിന്നെ x ∬ എടുക്കണം അല്ലേ? അപ്പോൾ x-ൻ്റെ കോളത്തിൽ 0 1, ഇനി അത് x ഓവർ ചെയ്യുമ്പോൾ എന്താ വരിക? 0 1 ആവും, 1 0 ആവും. പിന്നെ അതിനെ വീണ്ടും ഡബിൾ ഓവർ ചെയ്ത് എന്താ വരിക? 1 0 ആവും, 0 1 ആവും. അപ്പോൾ ഇത് കോളംസാണ് സെയിം ആയിട്ട് വന്നിട്ടിരിക്കണേ. x-ൻ്റെ കോളവും x ∬ കോളവും സെയിം ആയിട്ട് വന്നു. അതുകൊണ്ടാണ് x ∬ = x ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്.
ഇനി നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി ലോ. കോംപ്ലിമെൻ്ററി ലോയിൽ എന്താ, രണ്ട് ലോസ് ആണുള്ളത് അല്ലേ. എക്സ് പ്ലസ് എക്സ് ഓവർ ബാർ ഈക്വൽ ടു 1, എക്സ് ഡോട്ട് എക്സ് ഓവർ ബാർ ഈക്വൽ ടു 0. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. എക്സ് പ്ലസ് എക്സ് ഓവർ ബാർ ഈക്വൽ ടു 1 വേണ്ടിയിട്ടുള്ള ടേബിൾ എടുക്കുക. അപ്പം നമുക്ക് എന്തൊക്കെ എടുക്കണം, എക്സിന് ഒരു കോളം വേണം, എക്സ് ഓവർ ബാറിന് ഒരു കോളം വേണം, എക്സ് പ്ലസ് എക്സ് ഓവർ ബാറിനും ഒരു കോളം വേണം. അപ്പോൾ നമ്മൾ എക്സിൽ 0, 1 എഴുതി, എന്നിട്ട് എക്സ് ഓവർ ബാർ കണ്ടുപിടിക്കുക. 0 1 ആവും, 1 0 ആവും. അപ്പോൾ നമുക്ക് എക്സ് ഓവർ ബാറിൻ്റെ കോളം കിട്ടി. ഇനി എക്സ് പ്ലസ് എക്സ് ഓവർ ബാർ അല്ലേ, രണ്ട് കോളം തമ്മിൽ കൂട്ടണം. അപ്പോൾ 0 പ്ലസ് 1 1, 1 പ്ലസ് 0 1. ഇനി നെക്സ്റ്റ് എക്സ് ഡോട്ട് എക്സ് ഓവർ ബാർ ഈക്വൽ ടു 0. അത് പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എക്സിന് ഒരു കോൾ എടുത്തു, എക്സ് ഓവർ ബാറിന് ഒരു കോൾ എടുത്തു, എക്സ് ഡോട്ട് എക്സ് ബാറിനും ഒരു കോൾ എടുത്തു. എക്സിൻ്റെ കോളത്തിൽ നമ്മൾ 0 1 എഴുതി. ഇനി എക്സ് ബാർ കണ്ടുപിടിക്കുക, എക്സ് ഓവർ ബാർ കണ്ടുപിടിക്കുക. അപ്പം എന്താ വരിക, 0 1 ആവും, 1 0 ആവും. ഇനി രണ്ടും തമ്മിൽ, രണ്ട് കോളം തമ്മിൽ അല്ലേ, എക്സും എക്സ് ഓവർ ബാറും തമ്മിൽ ഇൻറ്റു ചെയ്യുക, എന്നാലാണ് എക്സ് ഡോട്ട് എക്സ് ബാർ കിട്ടുള്ളൂ. അപ്പോൾ 0 × 1 0, 1 × 0 0. അപ്പോൾ നമ്മൾ അതും പ്രൂവ് ചെയ്തു അല്ലേ. എങ്ങനെ പ്രൂവ് ചെയ്തു, എക്സ് അതായത് രണ്ട് പ്രൂവ് ചെയ്തത് എങ്ങനെയാണ്, എക്സ് പ്ലസ് എക്സ് ഓവർ ബാർ എന്ന് പറയുന്നതിൻ്റെ ഇവിടെ കോളംസ് അല്ല അല്ലേ സെയിം ആയിട്ട് വന്നത്, കോളംസ് ഒന്നും സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്, എക്സ് പ്ലസ് എക്സ് ഓവർ ബാറിൽ എക്സ് പ്ലസ് എക്സ് ഓവർ ബാർ എന്ന് പറയുന്നത് 1 ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് 1 നമ്മൾ പ്രൂവ് ചെയ്തത്, എക്സ് പ്ലസ് എക്സ് ഓവർ ബാറിൻ്റെ കോളം നോക്കുക, ഫുൾ 1 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് 1 ആയത്. ഇനി നെക്സ്റ്റ് നോക്കുക, എക്സ് ഡോട്ട് എക്സ് ഓവർ ബാറിൻ്റെ കോളം നോക്കുക, ഫുൾ 0 ആണ്. അപ്പോൾ എക്സ് ഡോട്ട് എക്സ് ഓവർ ബാർ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ എന്താണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ്, എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് എക്സ് അല്ലേ. നമുക്കറിയുന്ന, നമ്മൾ സാധാരണ മാത്സിലൊക്കെ ചെയ്യുന്ന രീതിയാണ് അല്ലേ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാലും വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാലും വൈ ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ കോളംസ് എടുത്തു, എക്സും വൈയും, അതുപോലെ എക്സ് ഡോട്ട് വൈക്കും എടുത്തു, അതുപോലെ എക്സ് പ്ലസ് വൈക്കും എടുത്തു, വൈ പ്ലസ് എക്സിനും എടുത്തു. ഇനി എല്ലാതും നമ്മൾ രണ്ട് വാല്യൂസ് ഉള്ളതുകൊണ്ട് കോമ്പിനേഷൻ നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ 2 0യും 2 1 ഒക്കെ എടുത്തിട്ടുള്ളത്. ഇനി എല്ലാതും പ്ലസ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് എക്സിനും ഇതുപോലെ ടേബിള്, അതിൽ രണ്ട് വാല്യൂസ് രണ്ടിനും ഉള്ള കോളംസ് എടുക്കുക, എക്സിനും വൈക്കും, അതേപോലെ എക്സ് ഡോട്ട് വൈയും വൈ ഡോട്ട് എക്സും കാണാം. നെക്സ്റ്റ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോയിൽ എന്താ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അതുപോലെ എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. നമ്മൾ നേരത്തെ ഇപ്പോൾ 3 വാല്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പ്ലസ്സുകളാണ് വരുന്നെങ്കിൽ ഇപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ചെയ്താലും എക്സ് പ്ലസ് വൈ ആദ്യം ചെയ്തിട്ട് സെഡ് പ്ലസ് ചെയ്താലും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡിൽ വൈ ഡോട്ട് സെഡ് ചെയ്തിട്ട് എക്സ് ആയിട്ട് ഇൻറ്റു ചെയ്താലും സെയിം ആണ്, എക്സ് ഡോട്ട് വൈ ചെയ്തിട്ട് സെഡ് ആയിട്ട് ഇൻറ്റു ചെയ്താലും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അതും എന്താണ്, ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 വാല്യൂസിനും വേണ്ടിയിട്ട് കോളംസ് നമ്മളെടുത്തു. അപ്പോൾ കോമ്പിനേഷൻ നോക്കുക, 0യും 1ഉം വരുന്നത്. എന്നിട്ട് ഓരോ എക്സ് പ്ലസ് വൈയും വൈ പ്ലസ് എക്സും, അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡും എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കാം. നെക്സ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താ, എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ് അല്ലേ. ഇത് നമുക്കറിയാം, നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന രീതിയാണ് അല്ലേ. എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് 2 ഓപ്പറേറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഉള്ളിലേക്ക് ഗുണിക്കുന്ന പരിപാടിയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ എന്താ വരിക, എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ്. അതേപോലെ എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് എന്ന് പറയുന്നത് എന്താ, എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെഡ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതിൻ്റെയും ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് അബ്സോർപ്ഷൻ ലോ. അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് ആണ്. അതേപോലെ എക്സ് ഡോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ആണ്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് പോസ്റ്റ്ലേറ്റ്സും അതേപോലെ തന്നെ തിയറംസും ആണ് പഠിച്ചിട്ടുള്ളത്. ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് മാത്രം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ തിയറംസ് ഏതൊക്കെയാണെന്ന് നന്നായിട്ട് നോക്കി വെക്കാം. ഏതൊക്കെ ലോസ് ആണ് വരുന്നത്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ശരിക്കും അതിൽ പഠിച്ചു വെക്കേണ്ടത്.